അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ 99 പേരുകൾ. ആ 99 പേരുകളിൽ പെട്ട വളരെയധികം നമ്മൾ എല്ലാ ദിവസവും എന്ന് തന്നെ പറയാം, എല്ലാ ദിവസവും നമ്മൾ ഓർക്കേണ്ട, പറഞ്ഞാൽ വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന 4 പേരുകൾ. ആ 4 പേരുകൾ അത് ഏതൊക്കെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ആ പേരുകൾ, ആ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന വലിയ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ്, അത് ഏത് സമയത്താണ് പറയേണ്ടത് എന്നുള്ള ഒരു വിശാലമായ ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി പറയട്ടെ, നമ്മളൊക്കെ ഓരോരുത്തരും ഓരോരോ ഉസ്താദുമാരുടെ വീഡിയോകൾ കാണുമ്പോൾ ഒരുപാട് ദുആകളും ദിക്റുകളും തസ്ബീഹുകളും സ്വലാത്തുകളും ഇതുപോലെ അള്ളാഹുവിൻ്റെ ഇസ്മുകളും ഒക്കെ നമ്മൾ കേൾക്കുകയും അത് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിക്റിനും ദുആയിനും അതുപോലെ ഈ പറയപ്പെടുന്ന ഇസ്മുകൾക്കൊക്കെ അത് പറഞ്ഞാൽ കിട്ടുന്ന വലിയ പ്രതിഫലങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ 1-2 ദിവസമൊക്കെ ആ ഒരു ഇസ്മുകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു ദിക്റുകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു നേട്ടവും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ മാറുന്നില്ലല്ലോ, പ്രശ്നങ്ങൾ മാറുന്നില്ല, രോഗങ്ങൾ മാറുന്നില്ല, അതുകൊണ്ട് ഇനി പറയണ്ട എന്ന നിലയിലേക്ക് ചിന്തിക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആദ്യമായി പറയട്ടെ, നമ്മൾ ഏത് ദിക്ർ പറയുന്നോ, സ്വലാത്ത് പറയുന്നോ, തസ്ബീഹ് പറയുന്നോ, ഇപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് പറയാൻ പോകുന്നത്, 4 ഇസ്മുകൾ. ഈ ഇസ്മുകൾ, ഈ പേരുകളൊക്കെ നമ്മൾ ദിനേന പറയുമ്പോൾ വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ ഈ പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണണമെങ്കിൽ നമ്മൾ നിർബന്ധമായ ഇബാദത്തുകൾ ഒഴിവാക്കാൻ പാടില്ല. നിസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ പാരായണം, അതുപോലെ സകാത്തിന് അർഹനായാൽ നമ്മൾ സകാത്ത് കൊടുക്കുക, അതുപോലെ കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോവാത്ത ആളുകൾ, അങ്ങനെ നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കണം ഇതുപോലുള്ള ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ നമ്മൾ പറയേണ്ടത്. നിസ്കാരമില്ല, പള്ളിയില്ല, അതുപോലെ ഖുർആനോത്തില്ല, നോമ്പില്ല, റമദാൻ വന്നാലൊന്നും നോമ്പ് പിടിക്കില്ല, പക്ഷെ ഭയങ്കര ദുആയാണ്, അതുകൊണ്ട് വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ നിസ്കാരം കൃത്യമല്ല, വല്ലപ്പോഴും തോന്നുമ്പോഴൊക്കെ നിസ്കരിക്കും, പക്ഷെ ഭയങ്കര സ്വലാത്ത് പറച്ചിലാണ്, അതുപോലെ തന്നെ ഭയങ്കര അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ പറയും, എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദിക്റുകൾ പറഞ്ഞ് തസ്ബീഹുകൾ പറഞ്ഞ് മാറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫർളായ ഇബാദത്തുകൾ ചെയ്യലാണ്. അതൊന്ന് വെറുതെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇവിടെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ വിശുദ്ധമായ ഖുർആനിൽ തന്നെ കാണാം, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് നല്ല സുന്ദരമായ പേരുകളുണ്ട്. ആ പേരുകൾ 99 അല്ല, 1000ഓളം പേരുകൾ ഉണ്ട് എന്നാണ് അള്ളാഹുവിന്. അതിൽ നിന്നും സ്പെഷ്യൽ ആയിട്ടുള്ള 99 പേരുകളുണ്ട്. ആ പേരുകളിൽ നിന്നും ചില പേരുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫദ്ഉഹു ബിഹാ. നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ അള്ളാഹുവിൻ്റെ 99 പേരുകളും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണെന്നും നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണുവാൻ സാധിക്കും. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകൾ, ഇത് നമ്മൾ മനഃപ്പാഠമാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ കിതാബിൽ കാണാം. ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്: അവനിക്കും സ്വർഗത്തിനും ഇടയിൽ യാതൊരു മറയുമില്ല എന്ന്. അവനിക്കും സ്വർഗത്തിനും ഇടയിൽ യാതൊരു മറയുമില്ല. അവൻ അള്ളാഹുവിൻ്റെ പരലോകത്ത് ചെന്നാൽ പിന്നെ യാതൊരു മറയും ഉണ്ടാവില്ല, നേരെ സ്വർഗത്തിലേക്കായിരിക്കുമെന്നാണ്. അതുകൊണ്ട് എൻ്റെ ഉപ്പമാരെ, നമ്മുടെ മക്കളെ, നമ്മളും നമ്മുടെ മക്കളെയും ഈ അസ്മാഉൽ ഹുസ്ന ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.